പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഒക്ടോബർ മാസം 1-ാം തീയതി ബുധനാഴ്ച. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് ഇന്നത്തെ ജീവിത നിയോഗങ്ങളെ ഏറ്റവും എളിമയോടെ കാഴ്ചവെക്കാം. ജപമാല മാസത്തിൻ്റെ ആദ്യ ദിനം. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ദിവ്യകാരുണ്യേശോയോട് ചേർന്ന് നിൽക്കാം ഈ മാസം മുഴുവനും. ഇന്ന് വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ തിരുനാൾ കൊണ്ടാടുന്ന ദിവസമാണല്ലോ. വിശുദ്ധയുടെ മധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. ലൂക്കാ സുവിശേഷം 9-ാം അധ്യായം 2-ാം വചനം ധ്യാനിക്കാം. ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു. നാം ഏറ്റെടുത്തിട്ടുള്ള ഉത്തരവാദിത്വങ്ങളെ അനുസ്മരിപ്പിക്കുകയാണ് ഇന്നത്തെ വചനം. ദൈവരാജ്യ പ്രഘോഷണത്തിന് വ്യത്യസ്തമായ മാർഗം കാണിച്ചു തന്ന കൊച്ചു ത്രേസ്യായുടെ ജീവിത മാതൃക നമുക്ക് എളുപ്പം അനുകരിക്കാവുന്ന ഒന്നാണ്. രോഗിണിയായിരുന്ന അവൾ മഠത്തിൻ്റെ വരാന്തയിലെ ഓരോ കരടെടുത്ത് കളയുമ്പോൾ പോലും ഇത് എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് പോകാതെ അവൾ മിഷണറിമാരുടെ മധ്യസ്ഥയായി മാറി. എല്ലാവർക്കും വചനപ്രഘോഷകരാകാനും രോഗശാന്തി കൊടുക്കുന്നവരാകാനും സാധിക്കില്ലായിരിക്കും. എന്നാൽ പ്രാർത്ഥന കൊണ്ടും ആഗ്രഹം കൊണ്ടും സമ്പത്ത് കൊണ്ടും വചനപ്രഘോഷകരെയും രോഗികളെയും സഹായിക്കാൻ നമുക്കാകും. കർത്താവേ, ഇന്ന് ചെയ്യുന്ന ഓരോ കൊച്ചു കാര്യവും ഇത് എൻ്റെ ഈശോയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.